നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് 4 മണി ചായക്ക് ഞങ്ങൾ ചക്ക മെഴുക്ക് പരട്ടിയാട്ടോ വെക്കണത്. ഉപ്പേരി വെക്കാൻ പോവാണ് കേട്ടോ. നേരെ ഇപ്പോൾ 4 ഈ ചക്ക ഇടാൻ പോയിട്ട് നേരം കുറേ വൈകി. അപ്പോൾ പെട്ടെന്ന് അത് വെട്ടിപ്പറിച്ച് നന്നാക്കുകയാണ് ഞങ്ങൾ. ഈ ചക്ക ഉപ്പേരി വെക്കുമ്പോഴേ അല്ലെങ്കിൽ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ 2 ചക്കക്കുരും കൂടി ഇതുകൂടെ വെട്ടിയിട്ടാൽ നല്ല ടേസ്റ്റാട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉത്തമമായിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത്. ഉപ്പേരിയാണ് വെക്കണേ കേട്ടോ, മെഴുക്ക് പുരട്ടി. അതും മൂപ്പ് കുറവുള്ള ചക്കയാണ്, അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നന്നാക്കിയെടുത്തത് വേഗം ഒന്ന് കഴുകിയിട്ട് കുക്കറിലിട്ടു. ഇത് ഷുഗറുകാർക്ക് ബെസ്റ്റാട്ടോ. ഷുഗറുകാർക്ക് പഴുത്തിട്ടില്ലല്ലോ പച്ചച്ചക്ക, ഏറ്റവും സൂപ്പറായിട്ടുള്ള സാധനമാണ്. ഷുഗറുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. കേരളീയരായിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ അത് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് ഇത്തിരി ഉപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഉപ്പ് അറിയാൻ പറ്റുമോ? അപ്പോൾ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഒന്ന് കുലുക്കുക അല്ലേ. കുലുക്കി കഴിഞ്ഞിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സാക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് തിരുമ്പുക, അപ്പോൾ എല്ലായിടത്തും ഉപ്പ് പിടിക്കും. പിന്നെ ഇത്തിരി വെള്ളം, ലേശം വെള്ളം ഒഴിക്കുക. കഴുകിയ വെള്ളം ഉണ്ടെങ്കിലും പോരാ. അടച്ചു, അടുപ്പത്ത് വെച്ചു. ഒരു വിസിലാകുമ്പോൾ ഓഫാക്കാം. അത് വേവുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള ഉള്ളി നന്നാക്കാം. ഒരു 5-10 ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഉണ്ട്, നന്നാക്കി എടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്യാം. ക്രഷ് ചെയ്ത മുളക് മേടിക്കാൻ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലത് തന്നെയാണ്. ഈ മുളക് അത്ര ക്രിസ്പി അല്ല, അതുകൊണ്ട് എല്ലാ മുളകും ഒന്ന് 2ആക്കി പൊട്ടിച്ചിട്ടതിന് ശേഷം ക്രഷ് ചെയ്യാം. കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരുന്ന ഉള്ളി ഇട്ടിട്ട് ഒറ്റ കറക്കുക. അപ്പോൾ ബെസ്റ്റാവും. ചീനച്ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. യെസ്, മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഉള്ളി മുളകും ചതച്ച് വച്ചേക്കണത് ഇട്ടു. നന്നായിട്ട് ഇളക്കുക. ഇത് ഉള്ളി മൂക്കണം. മൂത്തു കേട്ടോ. ഏകദേശം ഞാൻ ഇളക്കാം. ശരിയിൽ മഞ്ഞൾപ്പൊടി കിട്ടുള്ളൂ കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടണം അതിൽ. നന്നായിട്ട് മുളക് പൊടിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയല്ല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടിയും ഒന്ന് മൊരിഞ്ഞോട്ടെ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇട്ടിട്ട് മുളകിനോടൊപ്പം ഉള്ളിയോടൊപ്പം ഒക്കെ നന്നായിട്ട് ഇളക്കി. ഇപ്പോൾ ബെസ്റ്റായിട്ട് മൊരിഞ്ഞു കേട്ടോ. കളർ കണ്ടോ? സൂപ്പർ. നമുക്ക് ചക്ക ഇടാം. ചക്ക ഇട്ടു. വേവിച്ച് വച്ചിരിക്കുന്ന ചക്ക കേട്ടോ. നന്നായിട്ട് മൂത്തതാണെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട. പെട്ടെന്ന് നമുക്ക് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചാലും മതി. ഉള്ളി മൂപ്പിച്ചിട്ടിട്ടേ അതിലിടുക. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിക്കുക, അടപ്പത്ത് വയ്ക്കുക. 2 ആയി വരുമ്പോഴേക്കും അത് വേവും. ഇതിപ്പോൾ ഒന്ന് മൂപ്പ് കുറവല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ വേവിച്ചതാ. ഇന്നത്തെ ചായക്ക് ചക്കപ്പേരി നല്ലതാണ്. കുറേ നാളായി തിന്നിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ഇവിടുത്തെ ചക്ക ആവണമെങ്കിൽ ഇങ്ങനെ മിഥുനമാസമൊക്കെ ആവാറായിട്ടോ. ഇപ്പോഴാണ് നമ്മുടെ ചക്കയൊക്കെ ആവണുള്ളൂ. ചക്കപ്പേരി ഏറ്റവും ബെസ്റ്റാട്ടോ. അപ്പോൾ നല്ല ചുടുന്നനെ ചക്ക ഉപ്പേരിയും ചുടുന്നനെ ചായയും. കട്ടൻ ചായ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, സൂപ്പറാണ്. പാൽ ചായ ആയിട്ട് എടുത്തേക്കണത്. വിളമ്പി കഴിക്കാം. നിങ്ങൾക്ക് വേണോ? വരൂ കേട്ടോ, തരാം. ഇഷ്ടമായോ? ഉണ്ടാക്കി നോക്കൂ കേട്ടോ.